ലേറ്റ് എഡിഷനിലേക്ക് വിശദമായി. കൊച്ചിയിൽ വൻ ലഹരി വേട്ട എന്നുള്ള വാർത്ത വരുന്നു. എറണാകുളത്താണ് 2 കോടി രൂപയുടെ ഹാഷിഷ് ഓയിൽ പിടികൂടിയത്. വനിതയുമാണ് ഈ ഹാഷിഷ് ഓയിൽ ട്രെയിൻ മാർഗം കൊച്ചിയിൽ എറണാകുളത്ത് കൊണ്ടുവന്നിട്ട് അവർ ഓട്ടോയിൽ വന്നെന്നുള്ള ഇവിടെ വരികയായിരുന്നു. ഇവർക്ക് ഇവിടെ റൂം കൊടുക്കാനും ഏറ്റുവാങ്ങാനും വന്ന ആൾക്കാരാണ് അശ്വിൻ ജോയും, പെരുമ്പടപ്പ് സ്വദേശികളായ അശ്വിൻ ജോയും അതുപോലെ തന്നെ ശ്രീരാജും. ഇവരെ 4 പേരെയും പിടികൂടിയിട്ടുണ്ട്. ഞാൻ സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡിൻ്റെ ചുമതലയുള്ള പിന്നെ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ക്രൈംബ്രാഞ്ച് ജി കൃഷ്ണകുമാറാണ് എൻ്റെ പേര്. സമയം മുൻപാണ് ഇത്തരത്തിൽ, അതായത് കൊച്ചി പട്ടുമ്മലിലുള്ള ഒരു സ്ഥലത്ത് നിന്നും 2 കിലോയിലേറെ വരുന്ന എറണാകുളത്ത് നടന്ന ലഹരി വേട്ട സംബന്ധിച്ച് ഇപ്പോൾ അധികൃതർ ഔദ്യോഗികമായി വിവരങ്ങൾ അറിയിക്കുകയായിരുന്നു. എറണാകുളം വട്ടമ്മലിലാണ് 2 കോടി രൂപയുടെ ഹാഷിഷ് ഓയിൽ പിടികൂടിയത്. സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 2 പേരെ പിടികൂടിയിട്ടുണ്ട്. അമൽ സുരേന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. അമൽ, പറയൂ. ഉന്മേഷ്, ഏതായാലും 4 പേരാണ് ഇപ്പോൾ എക്സൈസ് സ്റ്റേറ്റ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ പിടിയിലായിരിക്കുന്നത്. ഇവരിൽ നിന്ന് 2 കിലോയോളം വരുന്ന ഹാഷിഷ് ഓയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇതിന് 2 കോടിയോളം രൂപ വില മതിക്കുമെന്നാണ് എക്സൈസിന്റെ പ്രാഥമികമായിട്ടുള്ള നിരീക്ഷണം വന്നിരിക്കുന്നത്. 2 കിലോയിൽ അധികം ലഹരി വസ്തുക്കളാണ് ഇവരിൽ നിന്ന് പിടികൂടിയിട്ടുള്ളത്. ഇവരിൽ 2 പേർ ഒറീസ സ്വദേശിയാണ്. സമരമുഖിൽ നിന്നും സുനിമണി എന്നും പേരായ 2 പേരാണ് ഒറീസയിൽ നിന്ന് ഇവിടെ എത്തുകയും തേവരയ്ക്ക് അടുത്തുള്ള ഒരു ഹോട്ടലിൽ, സ്വകാര്യ ഹോട്ടലിൽ മുറിയെടുക്കുകയുമായിരുന്നു. ഇവിടെ വെച്ച് മലയാളികളായ 2 പേർക്ക്, 2 യുവാക്കൾക്ക് കൈമാറുവാൻ വേണ്ടിയിട്ട് കൊണ്ടുവരിക്കുന്നതിനിടയിൽ രഹസ്യ വിവരത്തെ തുടർന്നാണ് എക്സൈസ് ഇവരെ പിടിയിലാക്കിയത്. പ്രത്യേകിച്ചും തദ്ദേശ തിരഞ്ഞെടുപ്പ് അടക്കം അടുത്തു നിൽക്കുന്ന ഒരു സമയത്ത് പ്രത്യേകതരമായിട്ടുള്ള അന്വേഷണങ്ങളും സ്ക്വാഡുകൾ രൂപീകരിച്ചിട്ടുള്ള അന്വേഷണങ്ങൾ അടക്കം എക്സൈസിന്റെ ഭാഗത്തു നിന്ന് നടന്നു വരികയായിരുന്നു. അതിന്റെ ഭാഗമായി കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്നാണ് ഇവർ ഇന്ന് ഇവിടെ എത്തുമെന്നും ലഹരി വസ്തുക്കൾ കൈമാറുമെന്നും കൃത്യമായ വിവരം ലഭിക്കുകയും അതിനെ തുടർന്ന് ഇവരെ പിടികൂടാൻ വേണ്ടി കുറച്ച് ദിവസങ്ങളായി തന്നെ ഈ പ്രദേശം എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇവരിൽ നിന്ന് ഈ ലഹരി വസ്തുക്കൾ ഹാഷിഷ് ഓയിൽ 2 പ്ലാസ്റ്റിക് കവറുകളിലായിട്ടാണ് ഉണ്ടായിരുന്നത്. ഈ പ്ലാസ്റ്റിക് കവറുകളിൽ നിന്നുണ്ടായിരുന്ന ഹാഷിഷ് ഓയിൽ എക്സൈസ് ഇപ്പോൾ സാക്ഷികളെ മുൻനിർത്തി തന്നെ സീസ് ചെയ്തിട്ടുണ്ട്. ഇതിനുശേഷം ഇപ്പോൾ എക്സൈസിന്റെ ഉന്നത ഉദ്യോഗസ്ഥനാണ് നമ്മോട് അല്പസമയം മുമ്പ് സംസാരിച്ചത്. അദ്ദേഹം ഈ ഒരു സെർച്ചിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇനി കണ്ടെത്തേണ്ടത് ഈ ലഹരി വസ്തുക്കൾ, അതായത് ഇത്രയധികം ലാർജ് ക്വാണ്ടിറ്റി ഉള്ള ഈ ലഹരി വസ്തുക്കൾ ആർക്ക് വിപണനം ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ കൊണ്ടുവന്നിരുന്നത് എന്ന കാര്യത്തിൽ കുറെ കൂടി വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ആരാണ് ഇവർ, ഈ വാങ്ങുവാൻ വന്നവർ തന്നെയാണോ യഥാർത്ഥത്തിൽ ഈ വസ്തുക്കൾ ഇവിടെ എത്തിച്ചത്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇവരെ കൊണ്ടുപോകുന്നത് ഈ വസ്തുക്കൾ ആർക്ക് വേണ്ടിയിട്ടാണ് എന്ന വിവരത്തിൽ കുറെ കൂടി വ്യക്തത വരേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഈ കൊണ്ടുവന്നവർ ഇതിന്റെ കാരിയേഴ്സ് ആയിരുന്നോ, അക്കാര്യങ്ങളെല്ലാം കൂടുതൽ ചോദ്യം ചെയ്യലിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് അടക്കം കേരളത്തിൽ അടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ലഹരി വസ്തുക്കൾ കണ്ടെത്തിയത് എന്നതും പ്രത്യേകം കാണേണ്ടതാണ്. ഈ അടുത്ത നാളുകളിൽ തന്നെ എക്സൈസിന്റെ ഭാഗത്തു നിന്ന് കൊച്ചി നഗരത്തിലുണ്ടായ ഏറ്റവും വലിയ ഒരു സീസിംഗ് ആണ് ഇവിടെ ഉണ്ടായത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഏതായാലും അന്താരാഷ്ട്ര മാർക്കറ്റിൽ വലിയ മൂല്യമുള്ള, അങ്ങേയറ്റം അപകടകരമാവും വിധം മനുഷ്യ മനസ്സിനെ മാറ്റിമറിക്കുവാൻ ശേഷിയുള്ള ലഹരി വസ്തുക്കളാണ്, ഹാഷിഷ് ഓയിലാണ് ഇവിടെ കണ്ടെത്താൻ സാധിക്കുന്നത്. കഞ്ചാവിൽ നിന്ന് വേർതിരിച്ചെടുത്ത ഹാഷിഷ് ഓയിലാണ് ഇവിടെ ഇപ്പോൾ എക്സൈസ് കണ്ടെത്തിയിരിക്കുന്നത്. എക്സൈസിന്റെ വലിയൊരു സംഘം തന്നെ ഈ ഒരു വലിയ രീതിയിലുള്ള ഒരു ലഹരി വേട്ടയ്ക്ക് പിന്നിൽ ഉണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ ഇതിന്റെ പ്രധാനി ആരാണ് എന്ന് കണ്ടെത്തുവാനുള്ളൊരു ശ്രമം കൂടി എക്സൈസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. സാർ, യഥാർത്ഥത്തിൽ ഈ കൊണ്ടുവന്നത് ഇവർ തന്നെയാണോ, അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും വേണ്ടി കൊണ്ടുവന്നാണോ? കൊണ്ടുവന്നത് സുനമണിയും അതുപോലെ തന്നെ മുതലിയും. അവർ ഹാഷിഷ് ഓയിൽ ആന്ധ്രയിൽ നിന്ന് കൊണ്ടുവരികയാണ്. ഇവിടെ വിശാഖപട്ടണത്ത് ഇവിടെ എത്തിച്ചു. അത് ഏറ്റുവാങ്ങാൻ വന്നവരാണ് ഈ ശ്രീരാജ്. സർ, അവരെ കാണുമ്പോൾ വളരെ സാധാരണക്കാരായ ഒരു മനുഷ്യരെ പോലെ തോന്നുന്നു. അവർ തന്നെ ആയിരിക്കും ഇതിന്റെ ഉടമകൾ, അല്ലെങ്കിൽ അവർക്ക് മറ്റ് കാരിയേഴ്സ് ആണോ, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഒരു പക്ഷേ. അതിന്റെ ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും നോക്കുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ എന്തായാലും ഇവർ ആദ്യമായിട്ട് കൊണ്ടുവരുന്നവരല്ല, നേരത്തെ ഇതുപോലെ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ ഈ ഗ്രാഫിൽ വരാൻ സാധ്യത. ഇവർക്ക് വാങ്ങാൻ വന്ന മലയാളികളുണ്ടല്ലോ, അവരാരൊക്കെയാണ്, അവരുടെ ഡീറ്റെയിൽസ് ഒന്നുകൂടി ഒന്ന് പറയാം. പെരുമ്പടപ്പ് സ്വദേശികളായ പിന്നെ അശ്വിൻ ശ്രീരാജ്, അശ്വിൻ ജോയ് ശ്രീരാജ് എന്നിവർ 2 പേരാണ് കിട്ടിയിട്ടുള്ളത്. ആർക്കെങ്കിലും വാങ്ങാമെന്നാണോ? ഉണ്ട്, അതിൽ ആൾക്കാരുണ്ട്. ഇനിയും ആൾക്കാരിലേക്ക് അറസ്റ്റ് പോകാൻ സാധ്യതയുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കൊണ്ടുവന്ന ലഹരി ആവാനുള്ള സാധ്യതയുണ്ടോ? തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് വരുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട എക്സൈസ് കമ്മീഷണർ കഴിഞ്ഞ ആഴ്ച പിന്നെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സ്ക്വാഡുകളുടെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂടിയിട്ട് ഇതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ തുടങ്ങണമെന്ന് പറഞ്ഞിരുന്നു. ആ നിർദ്ദേശം അനുസരിച്ചാണ് നമ്മൾ മൊത്തത്തിൽ ചെയ്തു വരുന്നത്. ശരി, അമൽ സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. 2 കോടിയുടെ ലഹരി മരുന്നാണ് കൊച്ചിയിൽ പിടികൂടിയത്.
കൊച്ചിയിൽ പെയ്ത ശക്തമായ മഴയിൽ MG റോഡിലെ കടകളിലടക്കം വെള്ളം കയറി. പലയിടത്തും വൈദ്യുതി മുടങ്ങുന്ന സാഹചര്യമുണ്ടായി. എറണാകുളം ഇലഞ്ഞിയിൽ ഇടിമിന്നലേറ്റ് വീടിന് കേടുപാടുകൾ സംഭവിച്ചു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഗതാഗത നിയന്ത്രണമുണ്ട്. 7 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. കൊച്ചിയിൽ കലൂർ, കത്രിക്കടവ്, MG റോഡ്, ജോസ് ജംഗ്ഷൻ എന്നിവിടങ്ങളിലാണ് വെള്ളക്കെട്ടുണ്ടായത്. രൂക്ഷമായ മഴയെ തുടർന്ന് 3 മണിക്കൂർ കൊച്ചി നഗരം ഓറഞ്ച് അലേർട്ടിലായിരുന്നു. മഴ കനത്തതോടെ ഗതാഗതക്കുരുക്കും രൂക്ഷമായിരുന്നു. വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ മെട്രോയുടെ പണിയടക്കം ദുരിതത്തിലായി. MG റോഡിലെ വെള്ളക്കെട്ട് കുറയുന്നുണ്ടെങ്കിലും ജോസ് ജംഗ്ഷനിൽ വെള്ളക്കെട്ട് ഇപ്പോഴും തുടരുന്നു. എറണാകുളം ഇലഞ്ഞിയിൽ അമ്മയും കുഞ്ഞും മാത്രമുണ്ടായിരുന്ന വീടിന് ഇടിമിന്നലേറ്റ് കേടുപാട്. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ശക്തമായി മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഗതാഗത നിയന്ത്രണം. കൂമ്പൻപാറ മേഖലയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായതോടെ അടിമാലി കല്ലാർ റോഡ് താൽക്കാലികമായി അടച്ചു. മൂന്നാർ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ കല്ലാർകുടി റോഡ് വഴി തിരിച്ചുവിടുന്നു. താമരശ്ശേരി ചുരത്തിൽ ഗതാഗത കുരുക്കുണ്ടായി. 2.5 മണിക്കൂറോളം കോഴിക്കോട് സ്വദേശിയായ യാത്രക്കാരി ഗതാഗത കുരുക്കിൽപ്പെട്ടതോടെ കുഴഞ്ഞു വീണു. കടൽ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യത നിലനിൽക്കുന്നതിനാൽ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. മലയോര മേഖലകളിൽ മഴ കനത്തേക്കും. നാളെയും മഴ തുടരാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നതിനാൽ 7 ജില്ലകൾക്ക് മഴ മുന്നറിയിപ്പ് നൽകി. 24 കൊച്ചി. കാസർഗോഡ് ഹനാൻ ഷായുടെ സംഗീത പരിപാടിക്കിടെ തിക്കും തിരക്കുമുണ്ടായി. സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് പരിപാടി അവസാനിപ്പിക്കുന്നതായി സംഘാടകർ അറിയിക്കുകയായിരുന്നു. ഇതിനിടെ കുഴഞ്ഞു വീണ ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റി. കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെ സ്ഥലത്തെത്തി. നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണ്. കാസർഗോഡ് കുടവലത്ത് വീട്ടുപറമ്പിലെ കുളത്തിൽ വീണ പുലിയെ കൂട്ടിലാക്കി. കൂട് കുളത്തിലേക്കിറക്കിയാണ് പുലിയെ കയറ്റിയത്. അരുൺ പാറക്കലുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി. കാസർഗോഡ് അരുൺ പറയൂ. കാസർഗോഡ് കുടവലത്താണ് വീട്ടുപറമ്പിലെ കുളത്തിൽ പുലി വീണത്. അവിടെ വനപാലക സംഘം ഉൾപ്പെടെ എത്തിയിരുന്നു. അതിനുശേഷം അവർ ഒരു കൂട് കൊണ്ടുവന്നത് കുളത്തിലേക്ക് ഇറക്കുകയായിരുന്നു. ആ കൂട്ടിലേക്കാണ് ഇപ്പോൾ പുലിയെ കയറ്റിയിരിക്കുന്നത്. അരുൺ പാറക്കൽ ചേരുന്നുണ്ട്. അരുൺ, വിവരങ്ങൾ. ഉന്മേഷ, നിലവിൽ പുലിയെ കരയ്ക്ക് കയറ്റിയിട്ടുണ്ട്. ഈ കാസർഗോഡ് പുല്ലൂർ കൊടവലത്തെ വീട്ടുകുളത്തിലാണ് ഈ പുലി കുടുങ്ങിയിരുന്നത്. 1.5 വയസ്സ് പ്രായമാണ് എന്നാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഈ വനംവകുപ്പ് കൂട് കുളത്തിലേക്ക് ഇറക്കി പുലിയെ അതിലേക്ക് കയറ്റുകയായിരുന്നു. പുലിക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് നിലവിലെ വിവരം. ഇനി ആറളത്ത് നിന്ന് ഡോക്ടർ എത്തേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും, ഡോക്ടർ പരിശോധിച്ചതിന് ശേഷമായിരിക്കും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുക. കാഞ്ഞങ്ങാട്ടെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്കാണ് ഇപ്പോൾ ഈ പുലിയെ മാറ്റിയിരിക്കുന്നത്. ഇനി ഡോക്ടർ പരിശോധിച്ചതിന് ശേഷം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്ക് വേണ്ടി മാറ്റുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. നിലവിൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, ആശങ്കപ്പെടേണ്ട പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. ഉന്മേഷ്. ശരി, അരുൺ പാറക്കലാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാറിന്റെ പാസ്പോർട്ട് പിടിച്ചെടുത്ത SIT ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വിദേശയാത്ര നടത്തിയിട്ടുണ്ടോ എന്ന് കണ്ടെത്താനാണ് അന്വേഷണ സംഘത്തിന് നീക്കം. ഉണ്ണികൃഷ്ണൻ പോറ്റി ഉന്നതരെ കബളിപ്പിക്കാൻ ശ്രമിച്ചു എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ നടൻ ജയറാമിന്റെ മൊഴി രേഖപ്പെടുത്തി സാക്ഷിയാക്കാനും SIT നീക്കമുണ്ട്. ആറന്മുളയിലെ A. പത്മകുമാറിന്റെ വീട്ടിൽ SIT നടത്തിയ റെയ്ഡിൽ നിർണായക സാമ്പത്തിക വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. പത്മകുമാറിന്റെയും ഭാര്യയുടെയും ആസ്തികളിലും പരിശോധന തുടരുകയാണ്. ഇരുവരുടെയും ആദായ നികുതി വിവരങ്ങളും രേഖകളും പിടിച്ചെടുത്തിട്ടുണ്ട്. 2019 മുൻപും ശേഷവുമുള്ള ഭൂമി പ്രമാണങ്ങളും വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിയും A. പത്മകുമാറും ചേർന്ന് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ നടത്തിയെന്ന് അന്വേഷണ സംഘത്തിന് സംശയമുണ്ട്. സ്വർണ്ണക്കൊള്ളയിൽ നിന്നും ലഭിച്ച പ്രതിഫലം കൊണ്ടാണോ ഇത്തരം ഇടപാടുകൾ നടന്നതെന്നാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. പത്മകുമാറിന്റെ വിദേശയാത്രകളിലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിനുവേണ്ടിയാണ് അറസ്റ്റിലായ പത്മകുമാറിന്റെ പാസ്പോർട്ട് പിടിച്ചെടുത്തത്. യാത്രകളുടെ ലക്ഷ്യം, കൂടിക്കാഴ്ചകൾ എന്നിവയാണ് അന്വേഷണ പരിധിയിലുള്ളത്. നടൻ ജയറാമിന്റെ മൊഴിയെടുക്കാൻ സമയം തേടാനാണ് SITയുടെ നീക്കം. ശബരിമലയിലെ ദ്വാരപാലക പാളികൾ ജയറാമിന്റെ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയിരുന്നു. കേസിൽ ജയറാമിനെ സാക്ഷിയാക്കാനാണ് നീക്കം. ജയറാമിനെ പോലുള്ള പ്രമുഖരെ വരെ ഉണ്ണികൃഷ്ണൻ പോറ്റി കബളിപ്പിച്ചുവെന്നാണ് SITയുടെ കണ്ടെത്തൽ. അതേസമയം പത്മകുമാറിനായി നാളെ
കൊല്ലം വിജിലൻസ് കോടതിയിൽ അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകിയേക്കും. പത്മകുമാറിനെ വിശദമായി ചോദ്യം ചെയ്ത ശേഷം തുടർ അറസ്റ്റിലേക്ക് കടക്കാനാണ് തീരുമാനം. 24 തിരുവനന്തപുരം. പോരാട്ട ചിത്രം തെളിയുന്നു. വയനാട്ടിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തെ തുടർന്നുള്ള സമസ്ത എതിർപ്പിൽ അണിനയ നീക്കവുമായി ജില്ലാ നേതൃത്വം. കൽപ്പറ്റയിലെ സമസ്ത ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ടി സിദ്ദിഖ് എംഎൽഎയുടെ നേതൃത്വത്തിൽ നേരിട്ടെത്തി ചർച്ച നടത്തി. ആശങ്കകൾ കോൺഗ്രസ് നേതൃത്വം പരിഹരിക്കുമെന്ന് ഉറപ്പു നൽകിയതായി സമസ്ത ജില്ലാ നേതൃത്വം അറിയിച്ചു. ജില്ലാ പഞ്ചായത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്കും കോൺഗ്രസ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി പട്ടികയിൽ മുസ്ലിം വിഭാഗത്തിന് അർഹമായ പരിഗണന ലഭിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി സമസ്ത യുവജന വിഭാഗം രംഗത്തെത്തിയിരുന്നു. പിന്നാലെയാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ അനുനയ നീക്കം. കൽപ്പറ്റ പള്ളിത്താഴ സമസ്ത ഓഫീസിൽ നേരിട്ടെത്തിയാണ് ടി സിദ്ദിഖ് എംഎൽഎയുടെ നേതൃത്വത്തിൽ ചർച്ച നടന്നത്. DCC പ്രസിഡന്റ് TJ ഐസക്കും ചർച്ചയിൽ പങ്കെടുത്തു. തോമാട്ടുചാൽ ഡിവിഷനിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി VN ശശീന്ദ്രനെതിരെ യൂത്ത് കോൺഗ്രസ് നേതാവ് ജഷീർ പള്ളിവയൽ വിമത സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക നൽകിയിരുന്നു. എന്ത് അയോഗ്യതയാണ് തനിക്കുള്ളതെന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കണമെന്നായിരുന്നു ജഷീർ ഉന്നയിച്ച ആവശ്യം. ഈ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കെയാണ് MLAയുടെയും DCC പ്രസിഡന്റിന്റെയും നേതൃത്വത്തിൽ സമസ്തയുമായുള്ള ചർച്ച. തങ്ങളുടെ എതിർപ്പ് അംഗീകരിക്കുന്നതായി കോൺഗ്രസ് അറിയിച്ചുവെന്നും തുടർന്നുള്ള തെരഞ്ഞെടുപ്പിൽ ആശങ്ക പരിഹരിക്കുമെന്ന് ഉറപ്പു നൽകിയതായും സമസ്ത നേതൃത്വം പ്രതികരിച്ചു. ഞങ്ങൾക്ക് പറയാനുള്ളത് പൂർണ്ണമായി ഞങ്ങൾ പറയുകയും പങ്കുവെക്കുകയും അത് വളരെ സന്മനസ്സോടുകൂടി തന്നെ കോൺഗ്രസ് നേതൃത്വം കേൾക്കുകയും സാധ്യമാവുന്ന പരിഹാര മാർഗങ്ങൾ ഭാവിയിൽ ഉണ്ടാവും എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് നൽകുകയും ചെയ്തുകൊണ്ടാണ് അവരിവിടുന്ന് പിരിഞ്ഞു പോകുന്നത്. ഇടഞ്ഞു നിൽക്കുന്ന ജഷീർ പള്ളിവയൽ പത്രിക പിൻവലിച്ചേക്കുമെന്ന സൂചനയും പുറത്തുവരുന്നുണ്ട്. വിഷയത്തിൽ കൂടുതൽ പ്രതികരണത്തിനില്ല എന്ന നിലപാടിലാണ് വയനാട് DCC. 24 വയനാട്. കേരളത്തിന്റെ ടൂറിസം മാപ്പിൽ ഇടം പിടിച്ച കടമക്കുടിയിലെ വാർഡ് 1 വനിതാ സ്ഥാനാർത്ഥികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. കണ്ടു തന്നെ മനസ്സിലാക്കിക്കോളൂ. ക്രിസ്റ്റിന ചെറിയൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അതിലൊന്ന് എറണാകുളം ജില്ലയിലാണെന്ന് നമുക്ക് ഉറപ്പായും പറയാം. നമ്മുടെ സ്വന്തം കടമക്കുടി. ഈ കടമക്കുടിയിലെ 1-ാം വാർഡിലാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത്. വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ടുള്ള 3 പേരാണ് ഇവിടെ സ്ഥാനാർത്ഥികളായി നിൽക്കുന്നത്. അപ്പോൾ ഇവർ വോട്ട് ചോദിക്കാൻ പോകുന്നതും നടക്കാൻ പോകുന്നതും ഒക്കെ ഒന്നിച്ചാണ്. നമുക്ക് അവരുടെ വിശേഷം ഒന്ന് അറിഞ്ഞാലോ? മൂന്ന് പേരുടെയും പേരെന്ന് പറഞ്ഞാലോ? എൻ്റെ പേര് ഷീബ ജീവൻ. ഞാൻ കടമക്കുടി 1-ാം വാർഡിലെ ആശാ വർക്കറാണ്. ചേച്ചി? എൻ്റെ പേര് കൊച്ചുറാണി. ഞാൻ അംഗൻവാടി ICDSന്റെ കീഴിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഇവിടെ പഞ്ചായത്ത് മെമ്പറായിട്ടുണ്ട്, പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടുണ്ട്. ഇത് വെറുതെ നടക്കും. എൻ്റെ പേര് മിനി വിനോദ്. ഞാൻ വലിയ കടമക്കുടി 1-ാം വാർഡിലാണ്. ഇപ്പോൾ ടൈലറിങ് ചെയ്യുന്നുണ്ട്. പിന്നെ ഹെൽത്ത് വോളണ്ടിയർ ഇവരുടെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. എങ്ങനെ ഇത്ര ചങ്ക് ഫ്രണ്ട്സ് ആയത്? അത് ചങ്ക് ഫ്രണ്ട്സ് ആണെന്ന് പറയുന്നത് ഞങ്ങൾ പൊതു പരിപാടികൾ, ഞങ്ങളുടെ നാട്ടിൽ നടക്കുന്ന ഏത് പൊതു പരിപാടികൾക്കും ഞങ്ങൾ രണ്ടൊരു മസ്റ്റ് ഉണ്ട് അതിനകത്ത്. പിന്നെ ഞങ്ങൾ ഈ മോളും കൂടി ആഡ് ചെയ്തപ്പോൾ ഞങ്ങൾ അത് പക്ഷേ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് എല്ലാവരെയും ഒരേ കാഴ്ചപ്പാടുകൂടെ കാണണം എന്നുള്ള ചിന്താഗതി ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെയാണ്. അപ്പോൾ കടമക്കുടിയിൽ നിങ്ങൾ 3 പേരും ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ എന്ത് കാര്യങ്ങളിലൊക്കെയാണ് പരിഹാരം വേണ്ടത്? ഈ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുന്നതിനുള്ള ഒരു സൗകര്യം ഇവിടെ വേണം. അത് നിർബന്ധമാണത്. അപ്പം അങ്ങനെ ഒരു സൗകര്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വരുന്ന ആളുകൾക്കും ആശ്വാസമാണ്, ഇവിടെ നിൽക്കുന്ന ആളുകൾക്കും. ഇപ്പോൾ ഒരു ശനി ഞായർ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു രോഗി അത്യാവശ്യ നിലയിൽ നിൽക്കണമെങ്കിൽ ഒന്ന് പുറത്തോട്ട് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ നമ്മളുടെ 2 സൈഡും പാടങ്ങളാണ്. ഇപ്പോൾ സ്ഥലം നികത്തിയിട്ട് ഒരു പാർക്കിംഗ് സൗകര്യം ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം സ്ഥലം നികത്താൻ പാടില്ലെന്നുള്ള സർക്കാരിൻ്റെ ഓർഡർ. പിന്നെ അതൊരു വലിയ പ്രശ്നമാണ്. അത് നല്ല ചർച്ചകളോട് കൂടി തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ നേരിട്ടിരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് തെരുവുനായ ശല്യമാണ്. തെരുവുനായ ശല്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം ഇവിടെ നിന്നല്ല, നമ്മുടെ വാർഡല്ല, കൂടുതലും കരിങ്ങണഞ്ചിറ അങ്ങോട്ട് പോകണം. 14-ാം വാർഡിൽ അവിടെ ആ റോട്ടിൽ കൂടെ പോകാൻ പറ്റില്ല. അത്രയും നായ്ക്കളാണ് കൂട്ടം കൂട്ടായിട്ട് നിൽക്കുന്നത്. അതിലൊരു പരിഹാരം ഉണ്ടാവണം. അതെ,
പരിഹാരം ഉണ്ടാവണമെന്ന് പറയുകയല്ല, ജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങ് പരിഹാരം ഉണ്ടാക്കും. പരിഹാരം ഉണ്ടാക്കും, അത് ഉറപ്പായിട്ടുണ്ടാക്കും. ഇതൊക്കെ നിങ്ങൾ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഈ ഒരു കൂട്ട്, ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇതേപോലെ പോട്ടെ. എനിക്ക് അങ്ങ് സന്തോഷമായി, മനസ്സ് നിറഞ്ഞു നിങ്ങളെ കണ്ടപ്പോൾ. അപ്പൊ 3 പേർക്കും ഓൾ ദി ബെസ്റ്റ്. ഇപ്പൊ നിങ്ങളിപ്പോ ആര് ജയിച്ചാലും ഞങ്ങൾക്ക് പ്രശ്നമില്ലാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഒന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് നല്ലത് ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. നല്ല കാര്യങ്ങൾ ചെയ്യുക. നമ്മൾ ഈ പറഞ്ഞ ഐഡിയ ഒക്കെ ആര് ജയിച്ചാലും നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്നത് നടപ്പാക്കുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് 24-ന്റെ വക 3 പേർക്കും. താങ്ക് യു. ഡൽഹി സ്ഫോടന കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. ജമ്മുകശ്മീർ പുൽവാമ സ്വദേശിയും ഇലക്ട്രീഷ്യനുമായ തുഫൈൽ നിയാസ് ഭട്ടാണ് അറസ്റ്റിലായത്. ഭീകരാക്രമണങ്ങൾക്കായി വൈറ്റ് കോളർ ഭീകര സംഘത്തിലെ 5 ഡോക്ടേഴ്സ് ചേർന്ന് 26 ലക്ഷം രൂപ സ്വരൂപിച്ചതായും വിവരമുണ്ട്. ഡൽഹി സ്ഫോടനത്തിന്റെ ആസൂത്രണത്തിലുൾപ്പെടെ തുഫൈൽ നിയാസ് ഭട്ടിന് പങ്കുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. പുൽവാമ സ്വദേശിയും ഇലക്ട്രീഷ്യനുമായ തുഫൈൽ നിയാസ് ഭട്ടിനെ ജമ്മു കാശ്മീർ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. വൈറ്റ് കോളർ ഭീകര സംഘവുമായി ഇയാൾക്ക് ബന്ധമുള്ളതായി അന്വേഷണ സംഘം കണ്ടെത്തി. ഭീകരാക്രമണങ്ങൾക്കായി വൈറ്റ് കോളർ ഭീകര സംഘത്തിലെ 5 ഡോക്ടേഴ്സ് ചേർന്ന് 26 ലക്ഷം രൂപ സ്വരൂപിച്ചു. 2 വർഷം കൊണ്ട് സ്ഫോടക വസ്തുക്കളും റിമോട്ട് ട്രിഗറിംഗ് ഉപകരണങ്ങളും ശേഖരിച്ചു. അറസ്റ്റിലായ ഡോക്ടർ മുസമ്മിൽ നിന്നാണ് അന്വേഷണ സംഘത്തിന് വിവരങ്ങൾ ലഭിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. റഷ്യയിൽ നിന്നുൾപ്പെടെ പ്രതികൾ ആയുധങ്ങൾ വാങ്ങി. സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കാനായി ഡീപ് ഫ്രീസർ സംഘടിപ്പിച്ചു. അറസ്റ്റിലായ വനിതാ ഡോക്ടർ ഷഹീൻ ഷഹീദാണ് ആയുധങ്ങൾ സംഘടിപ്പിക്കാൻ നീക്കം നടത്തിയതെന്നാണ് വിവരം. വൈറ്റ് കോളർ ഭീകര സംഘത്തിനിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ടായിരുന്നതായി അന്വേഷണ സംഘം. അഭിപ്രായ ഭിന്നതയെ തുടർന്ന് ചെങ്കോട്ടയ്ക്ക് സമീപം സ്ഫോടനം നടന്ന കാർ ഓട്ടിച്ച ഡോക്ടർ ഉമർ മുഹമ്മദ് ഡോക്ടർ ആദിൽ റാത്തറിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തില്ല. ജമ്മു കാശ്മീരിൽ മൗലവി ഇർഫാൻ അറസ്റ്റിലായതോടെ ഉമർ വീണ്ടും കാശ്മീരിലെത്തി. ഗാസിഗുണ്ടിൽ വെച്ച് സംഘത്തിലെ അംഗങ്ങളുമായി ഉണ്ടായ അഭിപ്രായ ഭിന്നത പരിഹരിച്ചു. അൽ ഖ്വയ്ദയോട് താല്പര്യമുള്ളവരായിരുന്നു അറസ്റ്റിലായ ആദിൽ റാത്തറും ഇർഫാനും. എന്നാൽ ഉമർ മുഹമ്മദിന് IS-നോടായിരുന്നു താല്പര്യം. 24 ഡൽഹി. കരൂർ ദുരന്തത്തിന് ശേഷം വീണ്ടും പൊതുവേദിയിലെത്തി TVK അധ്യക്ഷൻ വിജയ്. മുഖ്യമന്ത്രി MK സ്റ്റാലിനെതിരെ രൂക്ഷ വിമർശനമാണ് കാഞ്ചീപുരത്തെ പൊതുവേദിയിൽ വിജയ് ഉന്നയിച്ചത്. സാമൂഹ്യനീതിക്കാണ് തന്റെ പോരാട്ടമെന്നും MK സ്റ്റാലിൻ നല്ലവനെ പോലെ അഭിനയിക്കുകയാണെന്നും വിജയ് കുറ്റപ്പെടുത്തി. എന്നാൽ കേന്ദ്ര സർക്കാരിനെതിരെ വിജയ് ഒന്നും പറഞ്ഞില്ല. കാഞ്ചീപുരത്ത് നടത്തിയ ഉള്ളരങ്ങ് പരിപാടിയിലായിരുന്നു വിജയുടെ വിമർശനം. TVKയ്ക്ക് ആശയമില്ലെന്നാണ് DMK പറയുന്നത്. സാമൂഹിക നീതിയാണ് TVKയുടെ ആശയം. എന്നാൽ DMKയ്ക്ക് കൊള്ള നടത്തുകയെന്നത് മാത്രമാണ് ആശയമെന്നും വിജയ് കുറ്റപ്പെടുത്തി. அந்த கட்சியினுடைய தலைவர் தமிழ்நாட்டு முதல்வர் சொல்றாரு, நமக்கு கொள்கை இல்லையா, இவங்க கொள்கையே கொள்ளைதானே. TVK സാധാരണക്കാർക്കൊപ്പമാണ്, ഒന്നിനും കൊള്ളാത്തവരുടെ കൂട്ടമെന്നാണ് TVK പറയുന്നത്. എന്നാൽ ഈ കൂട്ടം നാളെ തമിഴ്നാടിന്റെ ഭാവി തന്നെ മാറ്റിയെഴുതും. അതിനുള്ള പോരാട്ടം ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞുവെന്നും വിജയ്. നമ്മ ആட்சிக்கு വന്നാ അതെന്നെ വന്നാ வருவோம். மக்கள் கண்டிப்பா നമ്മളെ വരവേപ്പാங்க. DMK രൂക്ഷമായി വിമർശിച്ചപ്പോഴും കേന്ദ്ര സർക്കാരിനെയോ അണ്ണാ DMKയെയോ ഒന്നും പറയാൻ വിജയ് തയ്യാറായില്ല. കരൂർ ദുരന്തത്തിന് പിന്നാലെ ആദ്യമായി TVK നടത്തിയ പൊതുപരിപാടിയിൽ വിവിധ മേഖലകളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട 2000 പേരാണ് പങ്കെടുത്തത്. அவர் வந்தா தமிழகம் ரொம்ப நல்லா சிறப்பா போகும்னு ஒரு நம்பிக்கை இருக்கு. அவருக்கு தான் ஓட் போடணும் எல்லாரும். தலைவர் கூட்டத்துக்கு வந்தோம். தலைவர் சொன்ன மாதிரி 2026ல் நம்ம தலைவர் தான் CM, TVK தான் ஜெயிக்கும். കരൂരിനെ കുറിച്ച് നിലവിലൊന്നും പറയുന്നില്ലെന്നും അത് പിന്നീട് പറയുമെന്നും വിജയ് പറഞ്ഞു. അതിനിടെ SIR-നെതിരെ TVK സുപ്രീം കോടതിയെ സമീപിച്ചു. കരൂർ ദുരന്തത്തിന് ശേഷം ചേർന്ന ആദ്യ യോഗം, 2000-ഓളം പേർ പങ്കെടുത്ത ഈ യോഗത്തിലും കരൂരിനെ പറ്റി ഒന്നും പറഞ്ഞില്ല വിജയ്. മാത്രമല്ല, അക്കാര്യങ്ങൾ പിന്നീട് പറയും എന്നാണ് വിജയ് പറയുന്നത്. സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുമ്പോഴും കേന്ദ്ര സർക്കാരിനെതിരെ വിജയ് ഒന്നും തന്നെ പറയുന്നുമില്ല. കാഞ്ചീപുരത്ത് നിന്ന് ശ്രീകാന്ത് ഗൗരീശപട്ടത്തിനൊപ്പം മനേഷ് മൂർത്തി, 24.
കോട്ടയം മുണ്ടക്കയത്ത് BLOയുടെ ആത്മഹത്യാ ഭീഷണി എന്നുള്ള വാർത്ത വരുന്നുണ്ട്. ജോലി സമ്മർദ്ദം കാരണം ജീവിക്കാൻ കഴിയുന്നില്ല എന്നാണ് ആന്റണി എന്ന BLO പറയുന്നത്. വില്ലേജ് ഓഫീസർ അടക്കമുള്ള ഗ്രൂപ്പിലാണ് അദ്ദേഹത്തിന്റെ ശബ്ദ സന്ദേശം അദ്ദേഹം ഇപ്പോൾ ഇട്ടിരിക്കുന്നതെന്ന് ടോബി ജോൺസൺ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്ക് മേൽ സമയപരിധി നിശ്ചയിക്കാൻ സുപ്രീം കോടതിക്ക് കഴിയില്ലെന്ന് ചീഫ് ജസ്റ്റിസ് BR ഗവായ്. ഒരു കേസിലും കേന്ദ്ര സർക്കാരിൽ നിന്ന് സമ്മർദ്ദം നേരിടേണ്ടി വന്നിട്ടില്ലെന്നും വിരമിക്കൽ ദിനം ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. വിരമിക്കലിന് ശേഷം ഒരു ഔദ്യോഗിക പദവിയും ഏറ്റെടുക്കില്ലെന്നും ജസ്റ്റിസ് BR ഗവായ് അറിയിച്ചു. ചീഫ് ജസ്റ്റിസ് പദവിയിലെ അവസാന ദിനമാണ് വിവിധ വിഷയങ്ങളിൽ BR ഗവായ് നിലപാടുകൾ വ്യക്തമാക്കിയത്. ഭരണഘടനയിൽ ഇല്ലാത്ത വ്യവസ്ഥകൾ ഉൾപ്പെടുത്താൻ സാധിക്കില്ലെന്നാണ് രാഷ്ട്രപതിയുടെ റഫറൻസുമായി ബന്ധപ്പെട്ട ചോദ്യത്തോട് ചീഫ് ജസ്റ്റിസിന്റെ മറുപടി. ബില്ലുകൾ അംഗീകരിക്കാൻ സമയപരിധി നിശ്ചയിക്കാൻ സാധിക്കില്ല, എന്നാൽ കാലതാമസമുണ്ടായാൽ കോടതിയെ സമീപിക്കാമെന്നും ഗവായ് വ്യക്തമാക്കി. കൊളീജിയത്തിൽ സമവായമില്ലാത്തതുകൊണ്ടാണ് കൂടുതൽ വനിതാ ജഡ്ജിമാർ സുപ്രീം കോടതിയിൽ ഇല്ലാത്തത് എന്നും ഗവായ് വിമർശിച്ചു. വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരെ നിയമം ആവശ്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തനിക്ക് നേരെ സുപ്രീം കോടതിയിലുണ്ടായ ഷൂവേറും ഗവായ് ഓർത്തെടുത്തു. വിരമിച്ചതിനു ശേഷം ഒരു നിയമനവും സ്വീകരിക്കില്ലെന്ന കാര്യവും ആവർത്തിച്ചു. ഗോത്രവിഭാഗങ്ങൾക്കു വേണ്ടി സമയം ചെലവഴിക്കുമെന്നും ചീഫ് ജസ്റ്റിസ് BR ഗവായ് വ്യക്തമാക്കി. ജസ്റ്റിസ് സൂര്യകാന്ത് നാളെ സുപ്രീം കോടതിയുടെ 53ാം ചീഫ് ജസ്റ്റിസായി ചുമതലയേൽക്കും. 24 ഡൽഹി. 24 കണക്റ്റും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്ന് നിർമ്മിക്കുന്ന 100 വീട് ഭവന പദ്ധതിയിൽ ഒരു കുടുംബത്തിന് കൂടി വീടൊരുങ്ങി. പാലക്കാട് പുതുനഗരം പഞ്ചായത്തിലെ ഫിറോസ് BV ദമ്പതികൾക്കാണ് വീടൊരുങ്ങിയത്. കാലങ്ങളായി ടാർപോളിൻ ഷീറ്റ് മേഞ്ഞ കുടിലായിരുന്നു പുതുനഗരം സ്വദേശികളായ ഫിറോസും ഭാര്യ ബീവിയും 3 മക്കളും കഴിഞ്ഞിരുന്നത്. ശാരീരിക അസ്വസ്ഥതകൾ കൊണ്ട് ബുദ്ധിമുട്ടിയിരുന്ന ഫിറോസിനും കുടുംബത്തിനും വീടെന്നത് ഇതുവരെ സ്വപ്നം മാത്രമായിരുന്നു. കുടുംബത്തിന് 24 കണക്റ്റും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും കൈത്താങ്ങായി. നന്ദി പറഞ്ഞ കുടുംബം. ഒരുപാട് സന്തോഷം. നമുക്കിങ്ങനെ ഒരു വീട് തന്നതിന് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനോടും 24 കണക്റ്റിനോടും ഒരുപാട് നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ഒരുപാട് സന്തോഷം. 24 കണക്റ്റും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും 100 വീട് ഭവന പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന പാലക്കാട് ജില്ലയിലെ 18 വീടുകളിൽ 5ാമത്തെ വീടാണിത്. 24 പാലക്കാട് റിപ്പോർട്ടർ ഐഷത്തുൽ ഷംന താക്കോൽദാനം നിർവഹിച്ചു. 24 കണക്ട് ജില്ലാ കോർഡിനേറ്റർ ജയപ്രകാശ് നാടമുറിച്ചു. മനോഹരമായ വീട് നിങ്ങളുടെ ചാനലിന്റെയും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെയും മേൽനോട്ടത്തിൽ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. അവർക്ക് ഇന്ന് താമസിക്കാൻ കഴിഞ്ഞതിന് പ്രത്യേകം ഞങ്ങളുടെ പഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ പേരിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.